കരാർ ലംഘിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു ലെഗസിയാണ്. ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണം മുതൽ ഇന്നുവരെ എടുത്തു കഴിഞ്ഞാൽ അവർ ഒപ്പിട്ടിട്ടുള്ള, അവർ അംഗീകരിച്ചിട്ടുള്ള എല്ലാ കരാറും അവർ തന്നെ ലംഘിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓസ്ലോ കരാറാണെങ്കിലും ക്യാമ്പ് ഡേവിഡിലെ ധാരണകളാണെങ്കിലും ഏത് കരാറും അവർ തന്നെയാണ് ആദ്യം ലംഘിക്കാറുള്ളത്. അതിന് അവരുടെ ന്യായീകരണം ഉണ്ടാവും. ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്, ഞങ്ങളുടെ റൈറ്റ് ടു എക്സിസ്റ്റ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നതൊക്കെ അവർ പറയും. എന്നാലും കരാർ ലംഘനം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ലെഗസിയാണ്. അവരത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യത്തിൽ എടുക്കുക, ഇപ്പോൾ വെടിനിർത്തൽ കരാർ നോക്കുക. അപ്പോൾ നിലവിൽ എന്താണ്, ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് IDF പിന്മാറിയിട്ടില്ല. ഒരു യെല്ലോ ലൈൻ വരച്ചു വെച്ചിരിക്കുകയാണ്. ആ യെല്ലോ ലൈനിലാണ് IDF നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 10 മുതൽ ഈ നവംബർ 10 വരെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ഏതാണ്ട് 241 വരെ കൊന്നിട്ടുണ്ട്. ഇപ്പോഴും ആരെങ്കിലും പുതുതായിട്ട് മരിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. 41 ചിലപ്പോൾ 45 ആയിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അതായത് ഒരു മാസം 241 പേർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ ഇതുവരെ കൊന്നതിൻ്റെ ഒരു 10-1 ഒരു മാസം കൊണ്ട് അവർ കൊന്നിട്ടുണ്ട്, പ്രതിമാസ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. അതായത് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്താണ്, ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണ്. ആളുടെ മുകളിൽ നിന്ന് ബോംബിട്ട് കൊല്ലുന്ന നിർത്തി, അതിന് പകരം ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പോഴും എയർ റൈഡ്സ് നടക്കുന്നുണ്ട്, എയർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രിസിഷൻ അറ്റാക്ക് നടത്തുകയാണ്, ഭീകരന്മാരെ കൊല്ലുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ മരിക്കുന്നത് മൊത്തം സിവിലിയന്മാരാണ്. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വലിയൊരു ക്രൈസിസ് അവിടെയുണ്ട്. റഫ അതിർത്തിയിലെ ടണലിൽ 200 ഫലസ്തീനുകൾ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ ഈ റഫ അതിർത്തി ഇസ്രായേലിൻ്റെ കൈവശമാണുള്ളത്. അപ്പോൾ ഈ ആളുകളെ ഇവർ അറ്റാക്ക് ചെയ്യുമോ ഇല്ലേ, അവരെ കൊല്ലുമോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവർ മുഴുവൻ ആ 200 പേരും ഹമാസ് ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ഹമാസ് പറയുന്നത് സിവിലിയന്മാരാണെന്ന് പറയുന്നു. UN-ൻ്റെ അഭിപ്രായപ്രകാരം ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് ഉണ്ടാകാം, സിവിലിയൻസും ഉണ്ടാകാം എന്നുള്ള ഇങ്ങനെ 3 അഭിപ്രായമാണുള്ളത്. ആരാണെങ്കിലും അവർ ആക്രമിക്കാൻ നിൽക്കുകയാണ്, അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ കാര്യം അവരുമായിട്ട് യാതൊരു കണക്ഷനും ആർക്കും കോണ്ടാക്റ്റും ആർക്കും ഇല്ല. അവരെ കൊന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അവർ കൊല്ലാതെ വിടുന്ന ഒരു കാര്യം, അതായത് ഇസ്രായേൽ ഇപ്പോഴും ടണൽ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു കാര്യം, അതിൽ 2014 ഹമാസിൻ്റെ പിടിയിലായ ഒരാളുടെ മൃതദേഹം, ഒരു IDF സൈനികൻ്റെ മൃതദേഹം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യാതെന്ന് പറയുന്നത്. ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഗസയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വെടിനിർത്തലാണ് സാധ്യമായതെന്ന് ചോദിച്ചാൽ അങ്ങനെ വെടിനിർത്തൽ സാധ്യമായിട്ടില്ല.